നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കിസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഫേസ് വെച്ചുള്ളൊരു വീഡിയോ വരുന്നത്. ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. സംഭവമൊന്നുമില്ല, നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കിടിലം സർപ്രൈസുകളാണ് എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കുറേ സർപ്രൈസുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയൊരു സർപ്രൈസാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഇനി യൂട്യൂബിലേക്ക് വരാനിരിക്കുന്നു, അതുപോലെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇനി വരാനിരിക്കുന്ന കൂട്ടുകാരും അതുപോലെ ഗെയിമിംഗ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടാനിരിക്കുന്ന യൂട്യൂബിലേക്ക് വരാനിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു ടീം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കാരണം പക്ക ത്രില്ലാണ്. കാരണം നമുക്ക് ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അൺബോക്സിംഗ് ഒന്നുമില്ല, ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു വലിയൊരു പെട്ടി നമുക്ക് വന്നിട്ടുണ്ട് കൊറിയർ വഴി. അപ്പോൾ നമുക്ക് അയച്ചു തന്നത് AVerMedia എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നത്. പ്രൊഡക്റ്റ് ഞാൻ നേരെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, BO311 യൂട്യൂബർ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞത്. കാണിച്ചു തരാം, കാണാൻ പറ്റണ്ടെന്നറിയില്ല. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ സംഭവങ്ങളുണ്ട്. അവരുടെ ഒരു വലിയ പെട്ടിയാണ്, നല്ല കനമുണ്ട് സംഭവം. നല്ലൊരു ഇത്രയുള്ള വലിയൊരു പെട്ടി കേട്ടോ. ഇതിലെന്തൊക്കെ സംഭവങ്ങളെന്ന് മെയിനായിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമുക്കൊരു മൈക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു വെബ് ക്യാം വരുന്നുണ്ട്, പിന്നെ നമുക്കായിട്ടൊരു ഗെയിം ക്യാപ്ചർ കാർഡ് വരുന്നുണ്ട്. ഈ ഗെയിം ക്യാപ്ചർ കാർഡ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. നമ്മൾ ഗെയിമൊക്കെ സ്ട്രീം ചെയ്യാനും നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കാർഡാണ് ഗെയിം ക്യാപ്ചർ കാർഡ്. അപ്പോൾ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിലും മൊബൈൽ വഴി യൂട്യൂബിൽ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഗെയിം ക്യാപ്ചർ കാർഡ് വേണം. അപ്പോൾ അത് വെച്ചാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് അങ്ങനെ ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഇതിൻ്റെ ഒരു ഫുൾ പാക്കാണ് വരുന്നത്. AVerMediaയുടെ BO311 യൂട്യൂബർ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറയുന്ന സംഭവം. ഇച്ചിരി കനമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു കുറേ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. മെയിനായിട്ട് ഈ 3 പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊന്നും നോക്കാം. നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികച്ചതുകൊണ്ട് ഒരു സന്തോഷം എന്ന പോലെ നമുക്ക് വന്ന ഒരു പ്രൊഡക്റ്റാണ് റിവ്യൂ ചെയ്യാനായിട്ട് AVerMediaയുടെ. അപ്പോൾ നമുക്ക് പെട്ടി തുറന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇപ്പോൾ AVerMediaയുടെ യൂട്യൂബർ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറയുന്നത്. അവിടെ കാണാം, യൂട്യൂബർ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാമെന്നുള്ളൂ. യൂട്യൂബർ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. AVerMedia കമ്പനിയാണ് നമുക്കിത് അയച്ചത്. ലൈവ് സ്ട്രീമർ 311 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ നെയിം. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ അവർ ഇതിൻ്റെ സൂപ്പർ സ്മൂത്ത് ഫുൾ HD 60 FPS ക്യാപ്ചർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റുഡിയോ ക്വാളിറ്റി USB മൈക്രോഫോൺ 1080p ഹൈ ഡെഫിനിഷൻ വെബ് ക്യാം. ഓക്കെ, അപ്പോൾ ആ 3 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ ഒരു കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മൈക്കിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇതുണ്ടല്ലോ, നമുക്ക് കയ്യിൽ ഒതുങ്ങില്ല, നല്ലൊരു കനമുണ്ട്, നല്ല രീതിയിൽ കനമുണ്ട് സംഭവം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടിയൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടി തുറന്നു നോക്കാം. പെട്ടി ഓൾറെഡി തുറന്നു നോക്കാം നമുക്ക്. ഓക്കെ, പെട്ടി തുറന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് പെട്ടിയുടെ ഉള്ള ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിലാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന പെട്ടിയിൽ അവരുടെ വെബ് ക്യാമാണ്. AVerMedia വെബ് ക്യാമാണ് അവരുടെ കിട്ടുന്നത്. ലൈവ് സ്ട്രീമർ ക്യാം 313. ഓക്കെ, 313 എന്ന് പറയുന്ന ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ബാക്കി എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കാം. പിന്നെ അത് കൂടാതെ ഒരു പെട്ടി അവർ ചുമ്മാ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ അവർ ഇട്ടിരിക്കണതാണ്. അടുത്ത പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ, അടുത്ത പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. GC311 ലൈവ് ഗെയിമർ മിനി എന്ന് പറയുന്ന ഒരു ഗെയിം ക്യാപ്ചർ കാർഡാണ് നമുക്ക് ഈ ഒരു പെട്ടിയിൽ വരുന്നത്. അതും നല്ല തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു പെട്ടി സംഭവമാണ്. അത് നമുക്കൊന്ന് മാറ്റി വെച്ച് നോക്കാം. അടുത്തത് എന്താണ് ഈ പെട്ടിയിലുള്ളതെന്ന് നോക്കട്ടെ. ലാസ്റ്റായിട്ട് ഇനി ഈ പെട്ടിയിൽ വരുന്നത് നല്ല കനമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ പെട്ടിയുടെ ഉള്ളിലൊന്നുമില്ല. നമുക്കിത് പെട്ടിയുടെ ഉള്ളിൽ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഈ പെട്ടീനി മാറ്റാം. പെട്ടിയുടെ ഉള്ളിലൊന്നുമില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ എവർമീഡിയയുടെ മൈക്ക് വരുന്നത്. ഇതാ എവർമീഡിയ എന്ന് പറഞ്ഞിട്ട് വിൻഡോസ് മാക് കമ്പാറ്റബിൾ. നമുക്ക് സ്ട്രീമിംഗ് പ്രൊഡക്റ്റ് ആണ് അവരുടെ മെയിനായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പെട്ടിയിൽ അവർ പറയുന്നത്. ഇതാ മൈക്കിൻ്റെ പടം അവർ കാണിച്ചിട്ടുണ്ട് ബോക്സിൽ തന്നെ. ഇതാണ് നമ്മുടെ എവർമീഡിയയുടെ മൈക്ക്. ഇതെവിടെ താഴെ ഒരു കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ഹൈ ക്വാളിറ്റി റെക്കോർഡിങ് USB 2.0 ആൻഡ് പ്ലേ ആണ്. ഓക്കെ, USB 2.0 ആണ് വരുന്നത്. പിന്നെ 0 ലാറ്റൻസി മോണിറ്ററിങ് ഉണ്ട്. പിന്നെ നമുക്ക് വോളിയം ആൻഡ് മൈക്ക് മ്യൂട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെ PC ഓഡിയോ പ്ലേ ബാക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഒരു പെട്ടി പറയുന്നത്. ഈ 3 പ്രൊഡക്റ്റുകളാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ക്യാപ്ചർ കാർഡ്, അതുപോലെ തന്നെ ഒരു മൈക്ക്, ഒരു വെബ് ക്യാം. ഓക്കെ, ഈ 3 പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്, എവർമീഡിയയുടെ ഈ ഒരു ബോക്സിൽ വരുന്നത്. ആദ്യം നമുക്ക് പെട്ടി നോക്കാം. നമുക്ക് ഈ ഒരു ലൈവ് ഗെയിമർ മിനി എന്ന് പറയുന്ന ക്യാപ്ചർ കാർഡാണ്. അതൊന്ന് നമുക്ക് പെട്ടി തുറന്ന് നോക്കാം. അതിൽ അവർ കാര്യങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ഈ പെട്ടിയുടെ ഉള്ള എന്തൊക്കെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് തുറന്ന് നോക്കാം. പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്ത് നമുക്ക് വരുന്ന സാധനങ്ങൾ. ഓക്കെ, പെട്ടിയുടെ ഉള്ള വേറൊരു പെട്ടിയിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. മൊത്തം പെട്ടികളുടെ കളിയാണ് എവർമീഡിയ എന്ന് പറഞ്ഞു. മൊത്തം പൊടി ഒക്കെ പിടിച്ചെടുക്കാണ്ട. ഓക്കെ, ഈ ഒരു പെട്ടിയാണ് നമുക്ക് ആദ്യം വരുന്നത്. ഈ പെട്ടി തുറന്നു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനം പൊളി. പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ സിമ്പിളാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളാണ്. മറ്റേ ഇതിൽ തന്നെ നമ്മുടെ ക്യാപ്ചർ കാർഡ് കാണാം. ഇതാണ് നമ്മുടെ എവർമീഡിയ ക്യാപ്ചർ കാർഡ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ HDMI പോർട്ട് ഉണ്ട്. HDMI ഓഫ് ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്, HDMI ഇൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു USB പോർട്ടും ഉണ്ട് നമുക്ക് കുത്താനായിട്ട്. വേറെ ഇതിൽ ഈ ഒരു ക്യാപ്ചർ കാർഡിൽ വേറൊരു സംഭവങ്ങളില്ല. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് ക്യാപ്ചർ കാർഡ്. കാണാനും ഇത് തന്നെ ഇതുപോലെ വലിയ പ്രശ്നമൊന്നും നമ്മൾ ഒറ്റ കയ്യിൽ ഒതുങ്ങുന്നതാണ്. ഫോണിൻ്റെ അത്ര പോലും ഇല്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ മൊബൈൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് മൊബൈൽ വെച്ച്, ഇതിപ്പോൾ എൻ്റെ റിയൽമി 3 Pro ആണ്. അപ്പോൾ ഫോൺ വെച്ച് നോക്കി മനസ്സിലാതെ ഫോണിൻ്റെ അത്രയും കൂടി ഇല്ല രണ്ടും നോക്കാമെന്നുണ്ടെങ്കിൽ. അത്ര നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ ബോക്സിൽ വേറെ എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട്, USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ഗൈഡൻസ് വരുന്നുണ്ട്. പിന്നെ 1 year വാറൻറ്റിയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വരിക. 1 year വാറൻറ്റിയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വരിക. അപ്പോൾ വാറൻറ്റി ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഒറ്റ ഇതാണ് വരുന്നുള്ളൂ. ഓക്കെ, ഒറ്റ കേബിളാണ് വരുന്നുള്ളൂ. പിന്നെ യൂസർ മാനുവലാണ്. വേറെ കാര്യമായിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സംഭവങ്ങളുടെ ഒന്നും വന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്, ഗെയിം ക്യാപ്ചർ കാർഡ്. ഓക്കെ, അപ്പോൾ ഗെയിം ക്യാപ്ചർ കാർഡ് ഇതാണ് എവർമീഡിയയുടെ ഗെയിം ക്യാപ്ചർ കാർഡ്. അടുത്തായിട്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, എവർമീഡിയയുടെ തന്നെ ഒരു ലൈവ് സ്ട്രീമർ ക്യാമാണ്. വായിച്ചൊക്കെ ഫുൾ HD വെബ് ക്യാമാണ്. പെട്ടിയിൽ അവർ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്യാം 313 എന്നാണ് ആ ഒരു മോഡൽ നെയിം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. USB 2.0 ആണ്. USB 2.0 ആണ് ഈ ഒരു ക്യാമറ. ഇവിടെ അവർ പറയുന്നുണ്ട് USB 2.0 ആണ്. പിന്നെ 1080p 30 FPS വരെയാണ് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 MP ആണ്, 2 മെഗാപിക്സലാണ് ക്യാമറ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഉള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പണിങ് എങ്ങനെയാണ്? അച്ഛൻ മിണ്ടാണ്ടിരുന്നേ, ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, പെട്ടി തുറക്കുമ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പെട്ടിയിലാണ് വരുന്നത്. പൊളി. ഇതിൻ്റെ ക്യാമറ ഒരു ബോക്സിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് തന്നെ. എവർമീഡിയ എന്ന് പറഞ്ഞ ക്യാമറ ഇവിടെ കാണാം. ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാൻ ക്യാമറ സിമ്പിളാണ്. ക്യാമറ നമുക്ക് ഒറ്റ രീതിയിൽ തന്നെ എടുക്കാനായിട്ട് പറ്റി. വലിയ കഷ്ടപ്പാട് വരേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല, സിമ്പിളാണ്. പിന്നെ ഈ ഒരു ക്യാമറ ഒരു USB ഉണ്ട്, നേരിട്ട് തന്നെ കണക്ട് ചെയ്ത് നമുക്ക് റെക്കോർഡിങ് കാര്യങ്ങൾ നോക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് നോക്കാം, എപ്പോൾ എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യം. പിന്നെ ഇതിലെനിക്ക് ഏറ്റെടുത്ത് പറയേണ്ട സാധനം എന്ന് പറഞ്ഞത് ഈ സംഭവം കേട്ടോ. ഇതുണ്ട്, നമുക്ക് ക്യാമറ ആവശ്യം കഴിഞ്ഞാൽ
അടച്ചു വെക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. അത് നൈസൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇൻറ്ററപ്റ്റായി പിന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ഇവിടെ നമ്മളിവിടെ കിടന്ന് കാണിക്കണമെങ്കിൽ ആളുകൾ കാണും. അപ്പോൾ അത് അടച്ചു വയ്ക്കാനായിട്ട് ഇത് നമുക്ക് ക്യാപ്പ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അതൊരു നല്ലൊരു ഇതായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ട്രൈപോഡിലൊക്കെ മൗണ്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അത് ഇവിടെ ഇത് ചെയ്യാനുള്ളതുണ്ട്, നമുക്ക് സ്ക്രീനിൻ്റെ മുകളിലൊക്കെ ഒട്ടിക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ AVerMediaയുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ പെട്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടിയിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ക്യാമറയുടെ ഇതിൽ പെട്ടി മാത്രമാണ് വരുന്നുള്ളൂ. പെട്ടി മാറ്റിയിട്ട് അപ്പോൾ നമ്മൾ 2 പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. AVerMedia ക്യാമറ ആയിട്ടുണ്ട്, അതുപോലെ ക്യാപ്ചർ കാർഡും ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. ഗൈസ്, ഇതാണ് ഈ ഒരു പെട്ടിയിലെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് AVerMediaയുടെ മൈക്ക്. ഈ മൈക്കിൻ്റെ AM310 എന്നാണ് ഈ ഒരു മൈക്കിൻ്റെ മോഡൽ നെയിം. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടും. മൈക്കിൻ്റെ പടമൊക്കെ ഇട്ടിട്ടുണ്ട്. മൈക്കിനി അപ്പോൾ നമുക്ക് പെട്ടി തുറന്ന് നോക്കാം. ഇതും അവരുടെ സെയിം പ്രൊസീജിയർ തന്നെ. പെട്ടി എനിക്ക് തോന്നുന്നു അവരുടെ കോമൺ ആയിട്ടുള്ള പെട്ടികൾ തുറക്കണ ഒരു പൊസിഷനാണെന്ന് തോന്നുന്നത്. പെട്ടി തുറക്കാനായിട്ട് പെട്ടി തുറന്നു. പെട്ടി തുറക്കുമ്പോൾ തന്നെ നേരിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇവിടെ ഉണ്ട് പ്രൊഡക്റ്റ്. ഇനി ഇത് ഓപ്പൺ ചെയ്തെടുത്തോ. മൈക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് അത്യാവശ്യം നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ്, ചെറുതായിട്ട് വെയിറ്റൊക്കെ ഉണ്ട്. ഇതേ പ്രൊഡക്റ്റ് സംഭവം കാണാൻ ലുക്കാണ്. ഇവിടെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മ്യൂട്ട് ചെയ്യാനുള്ളതുണ്ട്, സൗണ്ട് കൂട്ടാനുള്ളതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഇതവിടെ ഒരു PC മോണിറ്റർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഔട്ട് എടുക്കാനായിരിക്കണം. PC ഉണ്ട്, മോണിറ്റർ ഉണ്ട്, പിന്നെ ഹെഡ്സെറ്റ് കുത്താനുള്ളൊരു പോർട്ടുണ്ട് ഇവിടെ. പിന്നെ അവരുടെ ഇതാണ്. ഇത് അത്യാവശ്യം നല്ല കനമുണ്ട്. ഇതിൻ്റെ ഗാഡ്ജറ്റ്സ് കുറച്ച് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഗാഡ്ജറ്റ്സ് നോക്കാമെന്നുണ്ടെങ്കിൽ ഇതാ കുറേ വയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, സ്റ്റാൻഡും സംഭവങ്ങൾ അതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. മൈക്ക് സെറ്റായിട്ടുണ്ട്. ഇതേ നമ്മുടെ മൈക്ക് സെറ്റായിട്ടുണ്ട്. ഇനി മൈക്കിൻ്റെ വയർ കണക്ട് ചെയ്യാനായിട്ടും ഒരു വയറുണ്ട്. ആ ഒരു വയർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇത് ഈ ഒരു വയറാണ്, നമുക്ക് ഈ ഒരു പോർട്ടാണ് ഇതിന് വരുന്നത്. ഈ ഒരു പോർട്ട് വഴി നമുക്ക് വയർ കണക്ട് ചെയ്യാനും പറ്റും. നമ്മുടെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒച്ചയും വോയിസ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഹലോ ചെക്ക്, ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ AVerMediaയുടെ വെബ് ക്യാമിൽ ഷൂട്ട് ചെയ്താണ്. ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നത് വെബ് ക്യാമാണ്. അതുപോലെ തന്നെ നമ്മൾ മൈക്കും കണക്റ്റഡ് ആണ്. അപ്പോൾ മൈക്കിലുള്ള വോയിസ് നിങ്ങൾക്ക് കേട്ട് നോക്കാം. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഓഡിയോ നിങ്ങൾക്ക് ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതാണ് നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി. പിന്നെ നമുക്കിതിൽ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ ഒരു ലെവൽ കൂട്ടാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഏത് തരത്തിലുള്ള സൗണ്ട് ഔട്ട് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതെ, നിങ്ങളിപ്പോൾ ക്യാമറ കാണുന്നില്ല. ക്യാമറ കാണുന്നത് ഇപ്പോൾ ആ AVerMediaയുടെ ക്യാമറയിലാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇത് അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ആ സംഭവം ക്ലോസ് ചെയ്തു, ആ ഒരു അടപ്പിട്ട് ക്ലോസ് ചെയ്തു. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇത് 1080 30 FPS വരെയാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ഇതൊക്കെ ധാരാളമാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗെയിം സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ ക്യാമറ കാണിക്കാൻ നൈസാണ്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീനൊന്നുമല്ല, ഗ്രീൻ സ്ക്രീനൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ ആളെ മാത്രമായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ വോയിസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഔട്ട് ഇതാണ്. വോയിസ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ ഇതും നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിൽ ഉള്ളത് നമ്മുടെ ആ ഒരു ക്യാമറയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. AVerMediaയുടെ മൈക്കും അതുപോലെ AVerMediaയുടെ ഒരു വെബ് ക്യാമും. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട സാധനം ഇതാണ് ഗെയിം ക്യാപ്ചർ. അപ്പോൾ ഇതും യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല. നോക്കിയിട്ട് ഗെയിമൊക്കെ നമുക്ക് സ്ട്രീം ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. ചെറിയൊരു സ്ട്രീം കാർഡാണ്, സിമ്പിളാണ്, അത്ര വലിയ പാടുള്ളതൊന്നുമില്ല. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളപ്പോൾ അൺബോക്സ് ചെയ്തത് ഈ സംഭവമാണ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് അതായത് യൂട്യൂബിലേക്ക് ഗെയിമിംഗ് ഇത് ആയിട്ട് യൂട്യൂബിലേക്ക് വീഡിയോസ് ഇടാൻ വരുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്.
കാരണം ഇതിൽ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ക്യാപ്ചർ കാർഡ് കിട്ടുന്നുണ്ട്, ഒരു മൈക്ക് കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് ഓൾറെഡി വെബ് ക്യാമും കിട്ടുന്നുണ്ട്. അപ്പോൾ തീർത്തും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അടിപൊളി പക്ക ഒരു കോംബോ പാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഗെയിമേഴ്സിനാണ് കൂടുതലും ഉപകാരപ്പെടുക. അല്ലാണ്ട് യൂട്യൂബിൽ സാധാ വീഡിയോസ് ഇടുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യം, പ്രത്യേകിച്ച് പബ്ജി മൊബൈലൊക്കെ സ്ട്രീം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡിൽ നിന്ന് തന്നെ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ്നിങ് പോർട്ട് മേടിച്ച് HDMI ഔട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ സാധനം സെറ്റപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗെയിമേഴ്സിന് തീർത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സ്ട്രീം ചെയ്യാൻ മാത്രമൊന്നുമല്ല, നിങ്ങളിപ്പോൾ GTA 5 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടിയ ഗെയിമൊക്കെയാണ് റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അത് റെക്കോർഡ് ചെയ്യാനും ഇത് നമ്മുടെ CPU-ൻ്റെ പണി കുറച്ച് തരും. അത്ര ഓവർലോഡ് വർക്ക് കൊടുക്കില്ല. നമ്മൾ നേരിട്ട് ഈ ഗെയിം ക്യാപ്ചർ കാർഡായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ CPU-ൻ്റെ വർക്കും അവർ കുറച്ച് തരും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. മൈക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ആ ഒരു ഔട്ട് കണ്ടപ്പോഴും വോയിസ് ഔട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടാവും. സംഭവം ടോട്ടലി പക്കയാണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ നമ്മളിന്ന് കുറേ നാളുകൾ കൂടിയാണ് നമ്മളിന്ന് ഫേസ് വെച്ച് വീഡിയോ ഇട്ടത്. അപ്പോൾ ഒരു Q&A വീഡിയോ നമ്മൾ ചെയ്തിടാനായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പ്രമാണിച്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ആ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്, പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫോ ഫാക്സ് മലയാളം എന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. മെയിനായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിലുമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നോക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് പേജിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോ ഫാക്സ് മലയാളം എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത ശേഷം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക പേജ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലയാളം ടെക്കീസിൽ കൂടെ നിൽക്കുന്ന എല്ലാ മച്ചാന്മാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ളത്. ഇത് തീർത്തും നമ്മൾ കുറച്ച് യുവാക്കളുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ നല്ല നല്ല കണ്ടൻസ്, ന്യൂസ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഫോ ഫാക്സ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കയറി നോക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ യൂട്യൂബിലേക്ക് വരാനിരിക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുള്ള സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഗെയിമേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപകാരപ്പെടും. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ സംഭവം എനിക്ക് ഫസ്റ്റ് ലുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് പക്ക സാറ്റിസ്ഫൈഡ് സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.